സാറേ, ഇപ്പോൾ കൽക്കത്തയിൽ ED നടത്തിയ ഒരു റെയ്ഡ്, ജെയിൻ്റെ ഓഫീസിൽ റെയ്ഡ് നടക്കുന്നു. റെയ്ഡിനേക്കാൾ വേഗത്തിൽ അവിടെ മമതാ ബാനർജി ഓടിയെത്തുന്നു. അതാണല്ലോ അവിടുത്തെ സംഘർഷം കലുഷിതമായൊരവസ്ഥ ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ കേൾക്കുന്നത് ഈ റെയ്ഡിന് പിന്നിൽ മമതാ ബാനർജി ഗോവ തെരഞ്ഞെടുപ്പിലേക്ക് അവിഹിതമായി പണമൊഴുക്കിയതിൻ്റെ ഒരു ഇടപാട് കൂടി ഉണ്ടെന്നാണ്. എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്? ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്തൊരു കൽക്കരി കുംഭകോണം അതാണ് അന്വേഷിച്ച് ഈ പ്രദീപ് ജെയിൻ എന്ന് പറഞ്ഞ മമതാ ബാനർജിയുടെ കനകൂലു അവിടെ അയാളിലെത്തിയത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മറ്റേ പശ്ചിമ ബർധമാൻ ജില്ലയിലെ ഈ കൽക്കരി കോൾ ഇന്ത്യയുടെ ഒരു സബ്സിഡിയറിക്ക് ലേലം ചെയ്ത് കൊടുത്ത കൽക്കരി മേഖലയിൽ അനധികൃത ഖനനം നടത്തി 2700 കോടി രൂപയുടെ കുംഭകോണം നടന്നു. ആ കുംഭകോണവുമായി ബന്ധപ്പെട്ട കോഴ അതിൽ ഈ ഹവാല വഴി ഉള്ള ട്രാൻസാക്ഷൻസ്, ഇത്രയും കോടി രൂപ ഉണ്ടാക്കിയാൽ ഇത് ഹവാല വഴി കടത്തുകയാണല്ലോ ചെയ്യുക. അതിൽ കുറേ പൈസ ഈ മമതാ ബാനർജിയുടെ കനകോലുവിൻ്റെ സ്ഥാപനം, അതായത് ഐപാക് എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്, പ്രദീപ് ജെയിൻ്റെ സ്ഥാപനം. പ്രദീപ് ജെയിൻ മുമ്പ് മുംബൈ IIT-യിലൊക്കെ പഠിച്ച് മെറ്റലർജിക്കൽ സയൻസ് ഒക്കെ പഠിച്ചതുകൊണ്ട് കൽക്കരിയിൽ നല്ല താല്പര്യം വരാമല്ലോ. അപ്പോൾ അങ്ങനെ കൽക്കരി കുംഭകോണത്തിലൊക്കെ പെട്ട സ്ഥാപനമാണത്, ഈ തെരഞ്ഞെടുപ്പ് കൺസൾട്ടൻസി സ്ഥാപനം ഐപാക്. അയാളാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ IT സെല്ലിൻ്റെ ചീഫ് പ്രദീപ് ജെയിൻ. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി, അതാണ് ഐപാക്കിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ 2021-22 കാലത്ത് ഈ കൽക്കരി കുംഭകോണത്തിൽ കിട്ടിയ കോഴ ഗോവ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി ഉപയോഗിച്ചു എന്നാണ് EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഗോവ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി ചെലവാക്കിയിരിക്കുന്നത് 20 കോടി രൂപ ആണ്. അതിന്റെ ഗുണമൊന്നും അവിടെ കിട്ടിയതുമില്ല. അത് കിട്ടില്ലല്ലോ. ഈ നമുക്ക് വെറുതെ കിട്ടുന്ന പണം വെറുതെ ചിലവായി പോകുമല്ലോ, അങ്ങനെയല്ലേ അത്. അപ്പോൾ അനൂപ് മാജി എന്ന് പറഞ്ഞ ആളാണ് ഈ കുംഭകോണത്തിൻ്റെ സൂത്രധാരൻ. അയാളാണ് ഈ കോഴ വിതരണമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആഭ്യന്തര രാജ്യാന്തര ഹവാല ചാനലുകൾ വഴിയാണ് ഈ 2700 കോടി രൂപ ഈ കുംഭകോണത്തിൽപ്പെട്ടത് ഈ പലയിടത്തേക്കും വിനിമയം ചെയ്തത്. കൊൽക്കത്തയിലെ ആർ കാന്തിലാൽ എന്നുള്ളത് ഒരു പേര് മാത്രമല്ല, ഒരു സ്ഥാപനത്തിൻ്റെ പേരാണത്. അപ്പോൾ കൊൽക്കത്തയിലെ ആർ കാന്തിലാൽ എന്ന് പറഞ്ഞ ഈ ഹവാലയൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം, ഒരു പണമിടപാട് സ്ഥാപനം, ആ ആർ കാന്തിലാൽ എന്ന് പറഞ്ഞ സ്ഥാപനം വഴിയാണ് 20 കോടി രൂപ ഗോവയിൽ എത്തിച്ചത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആർ കാന്തിലാൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഉടമയൊക്കെ ED ചോദ്യം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആ സ്ഥാപനത്തിലെ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ വാട്സാപ്പ് ചാറ്റ് ED കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗോവയിൽ ഈ 20 കോടി രൂപ ചെലവാക്കിയതിൻ്റെ വാട്സാപ്പ് ചാറ്റ് ED കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് ഈ 20 കോടി രൂപ ഗോവയിൽ ഒരു അക്ഷയ് കുമാറിനാണ് എത്തിച്ചത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മണി ട്രെയിൽ എന്നാണല്ലോ പറയുക, കാശ് എങ്ങനെ എവിടെയൊക്കെ ആർക്കൊക്കെ എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ശബരിമല കേസിൽ തന്ത്രിയെ ശരിക്കും പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇനി ബാങ്ക് അക്കൗണ്ട് മുഴുവൻ പരിശോധിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഇതിൽ ഹെഡ്സ് പിക്സൽസ് തുടങ്ങിയ കമ്പനികളുമായി ബന്ധമുള്ള ഒരാളാണ് ഈ അക്ഷയ് കുമാർ എന്ന് പറഞ്ഞ ആൾ. ഈ കമ്പനികൾ ഗോവ തെരഞ്ഞെടുപ്പിൽ ഈ ഐപാക്കുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഗോവയിലും തൃണമൂലിൻ്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഐപാക്കാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഹവാല വഴി പണം ASM ഈവൻറ്റ് ആൻഡ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡിന് കൈമാറി. അതൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലേ, കല്യാണവും എല്ലാം കാണുന്ന എന്തും കരാറെടുക്കും. അതെ, അങ്ങനത്തെ ഒരു കമ്പനി ഗോവയിലെ ASM ഈവൻറ്റ് ആൻഡ് ടെക്നോളജി കമ്പനി, അവർക്കാണ് ആദ്യം ഹവാല വഴി പണം എത്തിക്കുന്നത്. പ്രദീപ് ജെയിൻ
ഐപാക്കിൻ്റെ. അയാളാണ് ഈ മൊത്തം ഗോവ ഓപ്പറേഷൻ കൈകാര്യം ചെയ്തത്. ഇനിയും ഈ ഹവാലപ്പണം ഇന്ന ആളെന്ന് പറഞ്ഞിട്ട് ഗോവയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് കുറേ പേരുകൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 20 കോടി രൂപ മറ്റേ കൽക്കരി കുംഭകോണത്തിൽ 20 കോടി ഹവാല പണമായിട്ട് ഗോവയിൽ എത്തിച്ചിട്ടാണ് മമതാ ബാനർജി ചെലവാക്കിയത്. അതാണ് അതിൻ്റെ സത്ത. അപ്പോൾ ഹൈക്കോടതിയിൽ ED കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ഞാൻ ഈ പറഞ്ഞ വിവരങ്ങൾ ഉണ്ട്. അപ്പോൾ ഇത് ഈസ്റ്റേൺ കോൾഫീൽഡ്, പശ്ചിമ ബർധമാൻ ജില്ലയിൽ, അത് ഈസ്റ്റേൺ കോൾഫീൽഡ് ലേലം വിളിച്ചെടുത്ത കൽക്കരി ബ്ലോക്കുകളിലാണ് അനധികൃത ഖനനം നടന്നത്. അത് കോൾ ഇന്ത്യയുടെ സബ്സിഡിയറിയാണ് ഈസ്റ്റേൺ കോൾഫീൽഡ്. 25.51 ലക്ഷം മെട്രിക് ടൺ കൽക്കരിയാണ് കൊള്ള ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന്. ആ കൊള്ള ചെയ്ത കൽക്കരിക്ക് 1114.35 കോടി രൂപ വില വരും കൽക്കരിക്ക് മാത്രം. 2017 ഡിസംബർ മുതൽ 2020 ഒക്ടോബർ വരെ അത് പിന്നെ പലർക്കും വിൽക്കുകയാണ്, പല കമ്പനികൾക്കും വിൽക്കുകയാണ്. അതുവഴി 2742.32 കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ കൽക്കരി കുംഭകോണം. അതന്വേഷിച്ചിട്ടാണ് മമതയുടെ കനകോലുവിൽ ചെന്ന് ED മുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ അനൂപ് മാജി എന്ന് പറഞ്ഞ ഈ സൂത്രധാരൻ്റെ അക്കൗണ്ട് അത് നീരജ് സിംഗ്, പിന്നെ അക്കൗണ്ടൻ്റ് നീരജ് സിംഗ്, ബംഗൂരയിലെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസർ അശോക് കുമാർ മിശ്ര, ഇവർ ഒക്കെ 2020 ഓഗസ്റ്റ് 26 ഒരു വാട്സാപ്പ് ചാറ്റിൽ കാന്തിലാലിലെ അക്കൗണ്ടിൻ്റെ പേര് നീരജ് സിംഗ്, അയാളും ഈ ബംഗൂര പോലീസ് ഓഫീസർ അശോക് കുമാറും ഒക്കെ തമ്മിലൊരു വാട്സാപ്പ് ചാറ്റ് നടന്നത് ED കണ്ടെത്തിയിട്ടുണ്ട്. പറഞ്ഞാൽ പോലീസുകാർ, റെയിൽവേ, പിന്നെ ഈ അർദ്ധസൈനിക വിഭാഗം, ഈ കോൾഫീൽഡ് കാവൽ നിന്നിരുന്ന CISF, ഇവരുമൊക്കെ ഈ കുംഭകോണത്തിൽ ഉൾപ്പെട്ടതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗോവയിൽ പണം കൈകാര്യം ചെയ്ത ആള് സാഗർ കുമാർ പട്ടേൽ ആണ്. അപ്പോൾ പട്ടേലിനെ ED പിടിച്ചു. ഈ സാഗർ കുമാർ പട്ടേലിൻ്റെ മൊഴിയിൽ അക്ഷയ് കുമാറിൻ്റെ പേര് വന്നു. അക്ഷയ് കുമാറിനാണ് കാശ് ഗോവയിൽ എത്തിച്ചത് എന്ന് പട്ടേൽ പറഞ്ഞു. അത് ASM ഈവൻറ്റ് ടെക്, ആ കമ്പനി ഉണ്ടല്ലോ, ഈവൻറ്റ് മാനേജ് കമ്പനി, അതിൻ്റെ പങ്കജ് മാലിക് കൈകാര്യം ചെയ്തു. പങ്കജ് മാലിക് ഇത് ഹവാല ഏജൻറ്റുകൾ വഴി അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു. ഇതാണ് കണ്ടെത്തിയിരിക്കുന്നത്. കാന്തിലാൽ കമ്പനിയിലെ അൽപേഷ് പട്ടേൽ EDക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്. 20 കോടി രൂപ ഞാനാണ് ഗോവയിലേക്ക് അയച്ചത് എന്ന് കാന്തിലാൽ കമ്പനിയിലെ അൽപേഷ് പട്ടേൽ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഒക്കെ ED പണിയെടുത്ത് 2020 മുതൽ കഴിഞ്ഞ 5 കൊല്ലത്തെ പണിയാണ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഫയലുകൾ, ഹാർഡ് ഡിസ്ക്, ഇതൊക്കെ അന്വേഷിച്ചിട്ടാണ് ഈ അവിടുത്തെ മമതാ ബാനർജിയുടെ കനകോലുവായ ഈ പ്രതീക് ജെയിൻ്റെ ഓഫീസിലും വീട്ടിലും റെയ്ഡ് നടത്തിയത്. അവിടെയാണ് മമതാ ബാനർജി പോയിട്ട് ഈ ഫയലുകളും ഹാർഡ് ഡിസ്കുകളും ഒക്കെ കടത്തിയത്. അപ്പോൾ ഇതാണ് ഈ മറ്റേ കൽക്കരി കൊള്ള ചെയ്തിട്ട് ബംഗുര, ബർധമാൻ, പുരുലിയ തുടങ്ങിയ ജില്ലകളിലും മറ്റ് ജില്ലകളിലും ഒക്കെ വിറ്റു. പ്രധാനമായിട്ടും ശാകംബരി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനിക്കാണ് കൽക്കരി വിറ്റത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഭീമാകാരമായ, മുമ്പ് ശാരദാ ചിട്ടി ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കുംഭകോണത്തിൽ പ്രതിയാണല്ലോ മമതാ ബാനർജി. ഇത് ഈ 2700 കോടി രൂപയുടെ കൽക്കരി കുംഭകോണത്തിലെ 20 കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പിൽ ആ കൽക്കരി കുംഭകോണം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൽ 20 കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പിൽ കിട്ടി എന്നും ED ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും
ഇവിടുത്തെ മാധ്യമങ്ങളിൽ വരുന്നില്ല. മമതാ ബാനർജിക്ക് ഇതിൽ പൊള്ളിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സർ. കാരണം എന്താ വെച്ചാൽ, ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൺസൾട്ടൻ്റാണ്, മമതയുടെ തെരഞ്ഞെടുപ്പിൻ്റെ കൺസൾട്ടൻറ്റും IT സെല്ലിൻ്റെ മേധാവിയുമാണ് ഈ ജെയിൻ. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പിൽ എത്തി നിൽക്കെ തെരഞ്ഞെടുപ്പിൻ്റെ സകല പ്ലാനുകളും തയ്യാറാക്കുന്ന ഓഫീസിൽ റെയ്ഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അന്നേരത്ത് വളരെ കൃത്യമായി ഗുരുതരമായ ഒരു അഴിമതി കേസിൽ ED റെയ്ഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അത് മമതക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന ആദ്യത്തെ തിരിച്ചടിയായിരിക്കും. ഒന്നാമത്തെ കാര്യം, മമത വല്ലാതെ വിയർക്കും എന്ന് വേണം കരുതാൻ. അതെന്താന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മറ്റേ അമിത്ഷാ നേരിട്ടാണ് ബംഗാൾ തെരഞ്ഞെടുപ്പ് ഇപ്പൊ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ പാർട്ടിയിൽ നിന്ന് മാറി നിന്നിരുന്ന ദിലീപ് ഘോഷിനെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നല്ലോ BJPയുടെ. അപ്പൊ ദിലീപ് ഘോഷ്, സുവേന്ദു അധികാരി ഇവരെല്ലാവരും കൂടി ഒരു ടീമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി, ഈ ഗോവ വെറും ഒരു സംസ്ഥാനമല്ല എന്നും, ഗോവയിലെ തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തുള്ള ചില ഇവൻറ്റുകളുടെ ഒരു കാർണിവലാണെന്നും വേണം കരുതാൻ. കാരണം സാർ ഇപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സമയത്ത് ഓർത്തത്, ഡൽഹിയിൽ കെജ്രിവാളിന് നേരെ വന്ന, സാർ ഓർക്കുന്നില്ലേ അത്? മദ്യകുംഭകോണത്തിന്റെ പണം ഒഴുകിയതും ഗോവയിലേക്കാണ് പോയത്. അതും തെരഞ്ഞെടുപ്പിന്റെ പേരിലാണ് പോയത്. എനിക്ക് തോന്നുന്നു ഇത് ആ മദ്യ അഴിമതിയിലെ കോഴ ഉപയോഗിച്ചു. എനിക്ക് തോന്നുന്നത് അത് തെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കുന്ന പോലും ഉണ്ടാവില്ല. ഒരു പക്ഷേ അത് വെളുപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ഏജൻസി കൂടി ആവാം ഇവരൊക്കെ. അങ്ങനെ വേണമല്ലോ കരുതാൻ. അത് അങ്ങനെയാണെങ്കിൽ ഗോവ തെരഞ്ഞെടുപ്പ് എന്ന് എവിടെയൊക്കെ പ്രയോഗിക്കുന്നുവോ അതിനെ ഒരു അഴിമതിയുടെ ഇവന്റ് മാനേജ്മെന്റ് ആയിട്ട് കാണണമെന്ന് ഇപ്പോൾ സാറി വിസ്തരിച്ച് പറഞ്ഞ ജെയിൻ്റെ ഒരു ഇടപാടുകൾ അല്ലേ? അതെ. അപ്പോൾ അതുകൂടി ചേർന്നതാണ് നമ്മുടെ ഗോവ തെരഞ്ഞെടുപ്പ് എല്ലാ ഭാഗത്തു നിന്നും. ആലോചിച്ചു, കെജ്രിവാളിനെ കുറിച്ച് അന്ന് വരെ വലിയ അഴിമതി ആരോപണമൊന്നും വന്നിരുന്നില്ല. വരുന്നതാണെങ്കിൽ ഈ ഗുരുതരം. സത്യത്തിൽ ഈ ഗോവ തെരഞ്ഞെടുപ്പിൽ TMCയും മത്സരിക്കേണ്ട കാര്യമില്ല, ആപ്പ് ഒന്നും മത്സരിക്കേണ്ട കാര്യമില്ല. ഒരു പക്ഷേ അവിടെ പണം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അവർ ചെലവഴിച്ചോളണമെന്നില്ല. അത് അവിടെ കൊണ്ടുപോയി വെളുപ്പിച്ചെത്തിക്കാനുള്ള ഒരു ഏജൻസി ആവാം അത് എന്ന് കൂടി സംശയിക്കണം. അല്ല, വേറെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ടാവില്ല അവിടെ. അടുത്ത കാലത്ത് അവിടെ ഒരു മറ്റേ ഡാൻസ് ബാർ കത്തുവൊക്കെ ചെയ്തില്ല. അങ്ങനെയുള്ള ഇടപാടുകളൊക്കെ ഉണ്ടാവാം അല്ലേ? എന്തായാലും ഗോവ ഒരു ചെറിയ സംസ്ഥാനമല്ല അല്ലേ? തീർച്ചയായിട്ടും മമതാ ബാനർജി മുതൽ കെജ്രിവാൾ മുതൽ മമതാ ബാനർജി വരെയുള്ള വൻതോക്കുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗോവയിലാണ് കളിക്കുന്നത്. അവരുടെ ഇനി അത് ഗോവ മുൻനിർത്തിയായിരിക്കും ഇവർ വിചാരണ ചെയ്യപ്പെടുന്നത്. എന്തായാലും ഈ യുദ്ധം ഇപ്പൊ തെരുവിലും കോടതികളിലും തുടരുകയാണ്. സാർ, അതിന്റെ റിസൾട്ട് ഡൽഹിയിൽ അതിന്റെ റിസൾട്ട് കണ്ടു, പശ്ചിമ ബംഗാളിലും അതിന്റെ റിസൾട്ട് കാണാനാണ് സാധ്യത അല്ലേ? തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.